രാജ്യത്തുടനീളം ഭീകരാക്രമണങ്ങൾ നടത്തുന്ന ഭീകര സംഘടനകൾ. ഈ ഭീകര സംഘടനകളെ അമർച്ച ചെയ്യുവാൻ ശക്തമായ നിലപാട് സ്വീകരിച്ച കേന്ദ്ര സൈന്യം ഇപ്പോൾ ഇവിടെ തീവ്രവാദ സംഘടനയായിട്ടുള്ള IS ചേർന്നുകൊണ്ട് ഇന്ത്യയിലാകെ ഭീകരാക്രമണം നടത്താൻ വേണ്ടിയിട്ട് പദ്ധതിയിട്ട 3 പേരെ കഴിഞ്ഞ ദിവസം ഗുജറാത്തിൽ തീവ്രവാദ വിരുദ്ധ സേനയുടെ അതായത് ATSന്റെ പിടിയിലാകപ്പെട്ടു. ഡോക്ടർ അഹമ്മദ് മുഹിയുദ്ദീൻ സെയ്ദ്, മുഹമ്മദ് സുഹൈൻ ആസാദ് എന്നിവരാണ് കഴിഞ്ഞ ദിവസം പിടിയിലായത്. അപ്പോൾ 1 വർഷമായിട്ട് ഈ മൂവരും തങ്ങളുടെ നിരീക്ഷണത്തിലായിരുന്നു. കാരണം ഇവർ ചെയ്യുന്ന പ്രവർത്തികൾ എന്താണ്, ഏതൊക്കെ തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് ഇവർ നടത്തി വരുന്നത് എന്നുള്ള ATSന്റെ നിരീക്ഷണത്തിലായിരുന്നു ഇവർ. 3 പേരും ആയുധങ്ങളടക്കം വിതരണം ചെയ്യുന്നതിനിടയിലായിരുന്നു അറസ്റ്റ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഗുജറാത്തിലേക്ക് ആയുധങ്ങൾ കൈമാറ്റം ചെയ്യാനാണ് പിടിയിലായവർ വന്നത് എന്നുള്ളത് ATSന് മനസ്സിലാവുകയും ചെയ്തിരുന്നു. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇങ്ങനെ ആക്രമണങ്ങൾ നടത്തുവാൻ ഇവർ പദ്ധതിയിടുകയായിരുന്നു. അറസ്റ്റിലായിട്ടുള്ള 3 പ്രതികളും 2 വ്യത്യസ്ത സംഘങ്ങളുമായിട്ട് ബന്ധപ്പെട്ടവരാണ്. ഇവർ ആക്രമണം നടത്താൻ ഉദ്ദേശിച്ചിരുന്ന സ്ഥലങ്ങൾ കണ്ടെത്തുന്നതിനായിട്ട് ഇപ്പോൾ അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ ജൂലൈയിൽ അൽ-ഖയ്ദയുമായി ബന്ധമുള്ള 5 പേരെയാണ് ഗുജറാത്ത് ATS പിടികൂടിയത്. എന്നാൽ പാകിസ്ഥാനി ഇടനിലക്കാരനുമായി ബന്ധമുള്ള സംഘാംഗമായിട്ടുള്ള ഒരു സ്ത്രീയും ബംഗളൂരിൽ നിന്ന് ഇതുമായിട്ട് ബന്ധപ്പെട്ട് അറസ്റ്റിലാവുകയും ചെയ്തു. അറസ്റ്റിലായിട്ടുള്ള പ്രധാന പ്രതികളിൽ ഒരാളായിട്ടുള്ള സീഷാൻ അലിയുടെ കയ്യിൽ നിന്നും സെമി ഓട്ടോമാറ്റിക് പിസ്റ്റൾ അടക്കം, മാത്രമല്ല അതിനോടൊപ്പം വെടിയുണ്ടകളും അടക്കം പിടിച്ചെടുക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ ഇവിടെ രാജ്യത്തുടനീളം ഇങ്ങനെ ഭീകരാക്രമണം നടത്തുവാൻ പദ്ധതിയിടുക, കഴിഞ്ഞ 1 വർഷമായിട്ട് അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തി ഇന്ത്യയിൽ കുഴിബോംബുകൾ സ്ഥാപിച്ച് വലിയ ആക്രമണ പദ്ധതികൾ നടപ്പിലാക്കി ഇന്ത്യയെ ഛിന്ന ഭിന്നമാക്കുക എന്നൊരു ലക്ഷ്യത്തോടു കൂടി പാകിസ്ഥാൻ ചാര സംഘടനകളും ഒപ്പം തന്നെ പാകിസ്ഥാൻ തീവ്രവാദ സംഘടനകളും പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇവിടെ ഇന്ത്യയിലേക്ക് ഈ ഭീകരവാദം എന്ന് പറയപ്പെടുന്നത് കയറ്റി അയക്കുന്നതിന് മുഖ്യ പങ്ക് വഹിക്കുന്നത് പാകിസ്ഥാൻ ചാര സംഘടനയായിട്ടുള്ള ISIയുടെ S1 വിഭാഗമാണ്. ഈ S1 വിഭാഗം എന്ന് പറയപ്പെടുന്നത് സബ്വേർഷൻ 1 എന്നതിന്റെ ചുരുക്കപ്പേരാണ് ഈ S1 എന്ന് പറയപ്പെടുന്നത്. 1993 മുംബൈ ഭീകരാക്രമണം മുതൽ നമുക്കറിയാവുന്ന സമീപകാലത്തെ പഹൽഗാം ഭീകരാക്രമണത്തിൽ വരെ ഭീകരരെ ഇന്ത്യയിലേക്ക് അയച്ചത് ISIയുടെ ഈ വിഭാഗമാണ് എന്നുള്ളതാണ് നമ്മുടെ രഹസ്യാന്വേഷണ വൃത്തങ്ങൾ പുറത്തു പറയുന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസം 3 പേരെ ഗുജറാത്തിൽ ATS അറസ്റ്റ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഞാൻ ഈ പറയുന്നത്. അതായത് ഭീകരരുടെ ഒളിത്താവളങ്ങൾ എന്ന് പറയപ്പെടുന്ന പല സ്ഥലത്തുമുണ്ട്. നമുക്കറിയാൻ കഴിയാത്ത ഇന്ത്യയുടെ വിവിധ മേഖലകളിൽ, കോണുകളിൽ. കഴിഞ്ഞ ദിവസം ഇതുമായിട്ട് ബന്ധപ്പെട്ട് മറ്റൊരു വാർത്ത നമ്മൾ കൈകാര്യം ചെയ്തിരുന്നു. അതായത് കേരളത്തിൽ ഭീകര പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. മലപ്പുറത്ത് അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തിയ ഗ്രീൻ വാലി എന്ന് പറയപ്പെടുന്ന വിദ്യാഭ്യാസത്തിന്റെ മറവിൽ നടത്തിയ കേന്ദ്രം റെയ്ഡ് ചെയ്ത് ED പിടിച്ചെടുക്കുകയും NIA അറസ്റ്റ് ചെയ്യപ്പെടുകയും ചെയ്തിരുന്നു അവിടെ നിന്നുള്ള ആൾക്കാരെ. അങ്ങനെ ഭീകര പ്രവർത്തനങ്ങൾ കേരളത്തിലടക്കം, നമ്മൾ കേരളത്തിലൊന്നും ഇത് നടക്കില്ല എന്ന് വിശ്വസിക്കുന്ന സ്ഥലത്ത് പോലും ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ISIയുടെ പങ്കെന്ന് പറയപ്പെടുന്നത് വളരെ വലുതാണ്. ഈ ഭീകരരെ ഇന്ത്യയിലേക്ക് അയച്ചത് തന്നെ ISIയുടെ ഈ പറയുന്ന സബ്വേർഷൻ 1 എന്ന് പറയപ്പെടുന്ന വിഭാഗമാണ്. പാക് സൈന്യത്തിലെ ഒരു കേണലാണ് ഇസ്ലാമാബാദ് ആസ്ഥാനമായിട്ടുള്ള S1 വിഭാഗത്തിന്റെ മേധാവി എന്ന് പറയപ്പെടുന്നത്. ഒപ്പം തന്നെ സജീവ പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുന്നതും ഗാസി 1, ഗാസി 2 എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന 2 സൈനിക ഉദ്യോഗസ്ഥരാണ് എന്നാണ് പറയപ്പെടുന്നത്. S1 നടപ്പാക്കുന്ന ഭീകര പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുന്ന പണത്തിൽ മുഖ്യ പങ്കും ഇവർക്ക് ലഭിക്കുന്നത് മയക്കുമരുന്ന് ഇടപാടുകളിലൂടെയാണ് എന്നാണ്. S1 വിഭാഗത്തിൽ പ്രവർത്തിക്കുന്നവരും പരിശീലകരുമെല്ലാം ബോംബ്, സ്ഫോടക വസ്തു നിർമ്മാണത്തിലും ചെറു ആയുധങ്ങളുടെ പ്രയോഗത്തിലും വിദഗ്ധരായിട്ടുള്ള ആൾക്കാരാണ്. ഏത് സമയത്തും ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളും ഇത്തരത്തിലുള്ള ഭീകരാക്രമണങ്ങളും നടത്താൻ ശേഷിയുള്ളവർ. അപ്പോൾ പാക് ചാര സംഘടനയായിട്ടുള്ള ISIയുടെ പ്രവർത്തനങ്ങൾ അടക്കമുള്ള ഈ ഭീകര സംഘടനകൾ ഇന്ത്യയിൽ പലയിടങ്ങളിലും ഭീകര പ്രവർത്തനങ്ങൾ നടത്താനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഈ 1/4 നൂറ്റാണ്ടിലധികമായിട്ട് പ്രവർത്തിക്കുന്ന, ഞാൻ ആദ്യം പറഞ്ഞ സബ്വേർഷൻ 1 എന്ന് പറയപ്പെടുന്ന വിഭാഗത്തിന് പാകിസ്ഥാനിലെ എല്ലാ തരത്തിലുള്ള ഭീകര സംഘടനകളുമായിട്ടും ബന്ധമുണ്ട്. ഭീകര സംഘടനകൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാമല്ലോ, ജെയ്ഷെ മുഹമ്മദ്, ലഷ്കർ-e-തോയ്ബ,
ഹിസ്ബുൾ മുജാഹിദീൻ തുടങ്ങിയ ഭീകര ക്യാമ്പുകളിലെല്ലാം തന്നെ ഈ S1 ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യം ഇന്ത്യൻ രഹസ്യാന്വേഷണ ഏജൻസികൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. താടിയൊക്കെ ഇങ്ങനെ നീട്ടി വളർത്തി പ്രാദേശിക വേഷത്തിലാണ് ഇവരെയൊക്കെ ക്യാമ്പുകളിൽ കാണപ്പെടാറുള്ളത്. 2 ദശാബ്ദത്തിനിടെ ഏകദേശം 1000കണക്കിന് ഭീകരരെയാണ് ഈ തരത്തിൽ ഇവർ പരിശീലിപ്പിച്ചെടുത്തിട്ടുള്ളത്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ പ്രധാന ഭീകര സംഘടനകളുമായിട്ടുള്ള ISI S1 വളരെ കൃത്യമായിട്ടുള്ള ബന്ധമുണ്ട് എന്നുള്ളതാണ്. ഒസാമ ബിൻ ലാദന്റെ കൊലപാതകത്തെ തുടർന്ന് അവരുടെ പ്രവർത്തനം രാജ്യാന്തര ഏജൻസികളുടെ നിരീക്ഷണത്തിൽ ആകുകയായിരുന്നു. തഹാവൂർ റാണയുടെ വിചാരണയിൽ ആ സംഘടനയുടെ പേര് പരാമർശിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. മുംബൈ ആക്രമണത്തിന്റെ ആസൂത്രണം ഈ S1 സംഘടനയാണ്, സബ്വേർഷൻ 1 എന്ന് പറയപ്പെടുന്ന സംഘടനയാണ് കൈകാര്യം ചെയ്തത് എന്നതടക്കം അതുവഴി മനസ്സിലാക്കാനും കഴിഞ്ഞു. അങ്ങനെ ഭീകര സംഘടനകളുമായിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും സബ്വേർഷൻ 1ലൂടെയാണ് ISI എന്ന് പറയപ്പെടുന്ന ചാര ഭീകര സംഘടന ഏകോപിപ്പിക്കുന്നത്. വിരമിച്ച നിരവധി സൈനിക ഉദ്യോഗസ്ഥരെ ഉൾക്കൊള്ളുന്ന രഹസ്യ സ്വഭാവമുള്ളതും ശക്തവുമായിട്ടുള്ള ഒരു ശൃംഖലയാണ് ഈ പറയുന്ന സബ്വേർഷൻ 1 അഥവാ S1 എന്ന് പറയപ്പെടുന്ന ഭീകര സംഘടന. അവിടെ ഏകദേശം 100 കണക്കിന് വിരമിച്ച സൈനിക ഉദ്യോഗസ്ഥരും ഭീകര നേതാക്കളും ഉണ്ടാകും. അത്തരത്തിലുള്ള മുതിർന്ന ഉദ്യോഗസ്ഥരടക്കം ഇത് തന്നെയാണ് ഇപ്പോൾ വ്യക്തമാക്കുന്നത്. അങ്ങനെയുള്ള പെൻഷൻ പറ്റിയ സൈനിക മേധാവികൾ അടക്കം ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഞാൻ ആദ്യം പറയാം, തഹാവൂർ റാണയുടെ വിചാരണയുമായി ബന്ധപ്പെട്ടിട്ട് പ്രോസിക്യൂഷന്റെ സാക്ഷിയായിട്ട് ഷിക്കാഗോ കോടതിയിൽ ഹെഡ്ലി വിശദീകരിച്ചതും ISIയിൽ നിന്ന് തനിക്ക് ലഭിച്ച പരിശീലനത്തെയും സാമ്പത്തിക സഹായത്തെയും കുറിച്ചാണ് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. മേജർ ഇക്ബാൽ എന്ന ഉദ്യോഗസ്ഥനാണ് ഹെഡ്ലിയെ അന്ന് കൈകാര്യം ചെയ്തിരുന്നത്. ആ മേജർ S1 അംഗമാണ് എന്ന ഇന്ത്യൻ ഏജൻസികൾക്ക് ഉറച്ച ബോധ്യവും ഉണ്ടായിരുന്നു ഈ പറയുന്ന വ്യക്തിയെക്കുറിച്ച്. അങ്ങനെ താലിബാനെ വളർത്തിയെടുത്തത് ഈ സബ്വേർഷൻ 1 എന്ന് പറയപ്പെടുന്ന ഭീകര സംഘടനയാണ്. അഭയാർത്ഥി ക്യാമ്പുകളിൽ നിന്നും മദ്രസകളിൽ നിന്നും യുവാക്കളെ തിരഞ്ഞെടുത്ത് തീവ്രവാദികളാക്കി മാറ്റുന്ന ഒരു സമീപനം, അങ്ങനെ തീവ്രവാദികളാക്കി മാറ്റുകയും അതിനുശേഷം അവർ അഫ്ഗാനിസ്ഥാനിൽ അധികാരം പിടിച്ചെടുക്കുകയും ചെയ്തത് നമ്മൾ കണ്ടതാണ്. മുല്ല ഉമറിന് പരിശീലനം നൽകുകയും കാബൂളിലേക്ക് ഉള്ള താലിബാൻ ആക്രമണത്തിൽ പ്രധാന പങ്ക് വഹിക്കുകയും ചെയ്ത ISIയുടെ ഓപ്പറേറ്റർ ആയിരുന്നു ഈ പറയുന്ന കേണൽ ഇമാം. ഇമാം ഈ S1 ഭാഗമായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അത്തരത്തിലുള്ള പ്രവർത്തികൾ ചെയ്യുന്നവർ ഇന്ത്യൻ ഭരണകൂടത്തിനെതിരെ ഇന്ത്യൻ അതിർത്തികളിൽ കുഴിബോംബുകൾ പാകി ഇന്ത്യക്കകത്ത് ആക്രമണ സാധ്യത വർദ്ധിപ്പിക്കുന്നവരാണ്. അത്തരത്തിൽ ആക്രമണ സാധ്യത വർദ്ധിപ്പിച്ചവരിൽ ഞാൻ ആദ്യം സൂചിപ്പിച്ച ലഷ്കർ എ തോയ്ബയുടെയും ജെയ്ഷെ മുഹമ്മദിന്റെയും അടക്കമുള്ള ഹിസ്ബുൾ മുജാഹിദിനെയൊക്കെ അടക്കമുള്ള തീവ്രവാദ സംഘടനകളുടെ എല്ലാ തരത്തിലുള്ള ഇടപെടലുകളെയും തച്ചു തകർക്കുവാൻ പോകുന്ന ശേഷി അല്ലെങ്കിൽ അതിനുള്ള കരുത്ത് ഇന്ത്യക്കുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അത്തരത്തിൽ ഇന്ത്യ ഇപ്പോൾ മുന്നോട്ട് വയ്ക്കുന്ന ഇവർക്കെതിരായിട്ടുള്ള പ്രവർത്തനങ്ങൾ, അതായത് ഈ നമ്മുടെ ജെയ്ഷയ്ക്കും ഹിസ്ബുൾ മുജാഹിദിനും ഒക്കെ എതിരായിട്ട് നടത്തുന്ന പ്രവർത്തനങ്ങൾ എന്ന് പറയപ്പെടുന്നത് ചിലപ്പോൾ കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി ഈ പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷമാണ് തിരിച്ചടികൾ ശക്തമാക്കിയിരിക്കുന്നത്. ആ തിരിച്ചടികൾ ശക്തമാകുമ്പോൾ തന്നെ വളരെ കൃത്യമായിട്ടുള്ള സന്ദേശമാണ് അതിലൂടെ ഇന്ത്യ അവർക്ക് നൽകുന്നത്. ഇനിയൊരു യുദ്ധത്തിനുള്ള സാധ്യത അല്ലെങ്കിൽ അതിനുള്ള കോപ്പ് കൂട്ടരുത്. അങ്ങനെ ഒരു യുദ്ധത്തിനുള്ള കോപ്പ് കൂട്ടിയാൽ പിന്നെ തകർന്ന് തരിപ്പണമാകാനേ പാകിസ്ഥാന് കഴിയുമെന്നുള്ള സന്ദേശം. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ISI പോലുള്ള ഭീകര സംഘടനകൾ അഫ്ഗാനിസ്ഥാനിൽ ഭരണം പിടിച്ചെടുക്കുന്ന തരത്തിലേക്ക് വളർത്തിയെടുക്കപ്പെട്ട താലിബാൻ സംവിധാനങ്ങൾ ഉണ്ടായിരുന്നു. ആ താലിബാനിൽ ISIയുടെ ഇടപെടലുകൾ ഒസാമ ബിൻ ലാദനുമായി ബന്ധപ്പെട്ട് വരുന്ന സമീപകാലങ്ങളിൽ ഉണ്ടായിരുന്നു. എന്നാൽ അദ്ദേഹത്തിന്റെ കൊലപാതകത്തിന് ശേഷം ISIയെ നിരോധിക്കുന്ന തരത്തിലേക്കുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരുന്നു. പക്ഷേ അത് നടന്നിട്ടില്ല. അവരുടെ പ്രവർത്തനങ്ങൾ, ഭീകര പ്രവർത്തനങ്ങൾ പലപ്പോഴും പല മേഖലകളിലും നടന്നുകൊണ്ടിരിക്കും. അപ്പോൾ ISIയുടെ പ്രവർത്തനങ്ങൾ, ISI ഞാൻ പറഞ്ഞ ISIക്ക് അകത്ത് തന്നെയുള്ള സബ്വേർഷൻ 1 എന്ന് പറയപ്പെടുന്ന ഭീകര സംഘടനയുടെ പ്രവർത്തനങ്ങൾ, അത് ഓരോ മേഖലയിലും കയറി ഭീകരാക്രമണ പ്രവർത്തനങ്ങൾ നടത്തുന്നതിനുള്ള എല്ലാ തന്ത്രങ്ങളും മെനയുകയാണ് ചെയ്യപ്പെടുന്നത്. ഇന്ത്യക്കകത്താണെങ്കിലും അത്തരത്തിലാണ് ചെയ്യുന്നത്. ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ പഹൽഗാമിന് ശേഷം കുറച്ചുകൂടി ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുണ്ട് ഇന്ത്യൻ സേന എന്ന് പറയപ്പെടുന്നത്. കര, നാവിക, വ്യോമസേനകൾ വളരെ സശ്രദ്ധം വീക്ഷിക്കുന്നുണ്ട് പാകിസ്ഥാൻ ചാര സംഘടനകളുടെ, തീവ്രവാദ സംഘടനകളുടെ ഇത്തരത്തിലുള്ള മുന്നേറ്റത്തെയും അവരുടെ പ്രവർത്തനങ്ങളെയും.
ആ തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഇനിയും ആവർത്തിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ISI പോലുള്ള ഭീകര സംഘടനകളെ, ഹിസ്ബുൾ മുജാഹിദീൻ പോലുള്ള ജെയ്ഷെ മുഹമ്മദ് പോലുള്ള ഭീകര സംഘടനകളെ ഇല്ലായ്മ ചെയ്യുന്നതായിരിക്കും അടുത്ത ഇന്ത്യയുടെ ടാസ്ക് എന്ന് പറയുന്നത്. ആ ടാസ്കിൽ ഇപ്പോൾ പാകിസ്ഥാന് തിരിച്ചടി ലഭിച്ചിരിക്കുന്ന അതേ സാഹചര്യം ഭീകരപ്രവർത്തനങ്ങൾ നടത്തുന്ന ഭീകരവാദികൾക്കെതിരെ നടത്തുവാൻ ഇന്ത്യ തയ്യാറായി കഴിഞ്ഞാൽ, അങ്ങനെ തയ്യാറായി കഴിഞ്ഞാൽ മാത്രമേ ഇനിയൊരു യുദ്ധമോ അല്ലെങ്കിൽ ഇവിടെ ഒരു ഭീകരാക്രമണ സാധ്യതകളോ ഇല്ലാതാവൂ. തീവ്രവാദികളായിട്ടുള്ളവരെ വെടിവെച്ച് കൊല്ലുക തന്നെ വേണം, അതിനകത്തൊന്നും ഒരു തരത്തിലുമുള്ള മാറ്റമൊന്നും വേണ്ട. പക്ഷേ തീവ്രവാദം നടത്തുന്നത് ഒരു രാജ്യത്തിന് ഭൂഷണമല്ല എന്നുള്ളതാണ്. ഒരു രാജ്യത്തെ തകർക്കാൻ വേണ്ടി നടത്തുന്ന ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ എന്ന് പറയപ്പെടുന്നത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയുന്നതല്ല, അത് ചോദ്യം ചെയ്യപ്പെടേണ്ടതാണ്. അത്തരത്തിലുള്ള ഭീകരവാദ സംഘടനകളെയും ഭീകര പ്രവർത്തനത്തെയും എല്ലാ അർത്ഥത്തിലും ഭൂമിയിൽ നിന്ന് തുറച്ചു നീക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്.